ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സഞ്ചാര കേന്ദ്രമാണ് പൊന്മുടി. തിരുവനന്തപുരത്തും പൊന്മുടിയുണ്ട്, ഇത് ഇടുക്കിയിലെ പൊന്മുടിയാണ്. അപ്പോൾ ഈ ഇടുക്കിയിലെ പൊന്മുടിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ തൂക്കുപാലമുണ്ട്. അപ്പോൾ ഈ തൂക്കുപാലത്ത് ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. 1957 ഈ തൂക്കുപാലം നിർമ്മിച്ചത്. ഇവിടെ നിരവധി സഞ്ചാരികൾ ഒരേ സമയം തന്നെ പ്രവേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂട്ടുമെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. കാരണം കാലപ്പഴക്കം കൂടുതലുണ്ടല്ലോ, അപ്പോൾ ഈ സഞ്ചാരികൾ എത്തുമ്പോൾ അപകട സാധ്യതയും കൂടുതലാണ്. തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി തന്നെ ഒരു പാലം നിർമ്മിക്കണം എന്നൊരു പ്രഖ്യാപനമൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ പ്രഖ്യാപനം എങ്ങും എത്തിയിട്ടില്ല. ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് പൊന്മുടിയും പരിസര പ്രദേശങ്ങളും. പൊന്മുടിയിൽ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഈ തൂക്കുപാലത്തിലാണ്. പന്നിയാർപ്പുഴയ്ക്ക് കുറുകെ 100 അടിയോളം ഉയരത്തിലുള്ള തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ മനോഹരമാണ്. തൂക്കുപാലത്തിൽ നിന്നുള്ള പന്നിയാർപ്പുഴയുടെ കാഴ്ച ഏറെ മനോഹരമാണ്. 100 കണക്കിന് സഞ്ചാരികൾ ദിനംപ്രതി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒരേ സമയം നിരവധി സഞ്ചാരികൾ പാലത്തിൽ പ്രവേശിക്കുന്നത് പഴക്കം ചെന്ന തൂക്കുപാലത്തിന് അപകടമാണ്. കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾക്കായി പുതിയ പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായി തുടരുന്നുവെന്ന് പ്രദേശവാസികൾ. അവിടെ നിന്നും പൊന്മുടിയിൽ നിന്നും നമ്മുടെ അടിമാലിക്ക് പോകുന്നതിന് വേണ്ടി വാഹനമായി വരുമ്പോൾ ആ പൊന്മുടിയിലെ തൂക്കുപാലം ബ്ലോക്ക് ചെയ്തേക്കുന്നതിൻ്റെ പേരിൽ ആളുകൾ കിലോമീറ്ററുകൾ കറങ്ങി വീണ്ടും പൊന്മുടി തിരിച്ച് തേക്കുംകൂപ്പിൻ്റെ അവിടെ ചെന്ന് നമ്മുടെ പന്നിയാറുകുട്ടി കൂടി കടന്നു പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് യാത്ര ഒത്തിരി കറക്കി പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്കായി തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനമുണ്ടായിരുന്നു. പുതിയ പാലത്തിനായി മണ്ണ് പരിശോധന മാത്രം നടത്തിപ്പോയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. കൊച്ചുകുട്ടികളടക്കം പാലത്തിൽ കയറുന്നതിനാൽ സുരക്ഷയുടെ ഭാഗമായി ഇട്ടിരുന്ന ഇരുമ്പ് വലകളും തുരുമ്പെടുത്ത് നശിച്ചു. പാലത്തിൽ ബലപരിശോധന നടത്തണമെന്നും പുതിയ പാലം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.